ഡയറി ദോസ്ത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. മൊബൈൽ നമ്പറും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യുക. തുടർന്ന് ഡാഷ്ബോർഡിൽ മുകളിൽ വലതുവശത്തായി കാണുന്ന ആഡ് കാറ്റിൽ അമർത്തുക. ശേഷം പശുവിന്റെ പേര്, വയസ്സ് തുടങ്ങിയ വിവരങ്ങൾ എൻ്റർ ചെയ്യുക. പശുവിന്റെ ചിത്രം കൂടി ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. തുടർന്ന് നെക്സ്റ്റ് ബട്ടൺ അമർത്തുക. അടുത്ത സ്ക്രീനിൽ പശുവിന്റെ തൂക്കം അടിച്ചു കൊടുക്കുക. കൃത്യമായ തൂക്കം അറിയില്ലെങ്കിൽ പശുവിന്റെ നീളവും വണ്ണവും സെന്റിമീറ്ററിൽ അടിച്ചു കൊടുക്കുക. നീളവും വണ്ണവും അളക്കുന്നതിൽ സംശയമുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്ക് അമർത്തുക. ലാക്ടേഷൻ നമ്പർ എന്നത് പശുവിന്റെ എത്രാമത്തെ പ്രസവം എന്നതാണ്. മദർ, ഫാദർ സെലക്ട് ചെയ്യുന്നത് നിർബന്ധമല്ല. ആവശ്യമുള്ള വിവരങ്ങൾ എൻ്റർ ചെയ്ത ശേഷം സേവ് ബട്ടൺ അമർത്തുക. തുടർന്ന് എല്ലാ പശുക്കളുടെയും വിവരങ്ങൾ കാണിക്കുന്ന സ്ക്രീൻ ലഭ്യമാവും. ഇതിൽ ഓരോ ദിവസവും നൽകേണ്ട ഭക്ഷണത്തിന്റെ ഏവറേജ് അളവ് തരംതിരിച്ച് കാണിക്കുന്നതാണ്. ഓരോ പശുവിന്റെയും കൂടുതൽ വിവരങ്ങൾ എൻ്റർ ചെയ്യുന്നതിന് കാറ്റിൽ കാർഡിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന സ്ക്രീൻ ബ്രീഡിംഗ്, മിൽക്കിംഗ്, തൂക്കം, ആരോഗ്യം തുടങ്ങിയ കാര്യങ്ങൾ കാണിക്കുന്നതും വേണ്ട വിവരങ്ങൾ രേഖപ്പെടുത്താവുന്നതുമാണ്. പശുവിന്റെ ജനന തീയതി, പേര്, ചിത്രം തുടങ്ങിയ മാറ്റണമെങ്കിൽ മുകളിൽ വലതുവശത്തായി കാണുന്ന എഡിറ്റ് അഥവാ ടിക്ക് സിമ്പിൾ ക്ലിക്ക് ചെയ്യുക. ആരോഗ്യപരമായ വിവരങ്ങൾ രേഖപ്പെടുത്തുന്നതിന് ഹെൽത്ത് എന്ന ബട്ടണിൽ അമർത്തുക. തുടർന്ന് വരുന്ന സ്ക്രീനിൽ ചികിത്സ, വാക്സിനേഷൻ, വിരയിളക്കൽ തുടങ്ങിയവ രേഖപ്പെടുത്താവുന്നതാണ്. രേഖപ്പെടുത്തുന്ന വിവരങ്ങൾക്കനുസരിച്ച് തുടർന്ന് നൽകേണ്ട ആരോഗ്യ പരിരക്ഷണത്തിനാവശ്യമായ മുന്നറിയിപ്പുകൾ ലഭിക്കുന്നതാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചിട്ടുള്ള രോഗനിർണയം ഭാവിയിൽ ലഭ്യമാവുന്നതാണ്. ഹോം സ്ക്രീനിൽ അഥവാ ഡാഷ്ബോർഡിൽ മുഴുവൻ പശുക്കളെക്കുറിച്ചുള്ള തരം തിരിച്ച വിവരങ്ങളും മുന്നറിയിപ്പുകളും ലഭിക്കുന്നതാണ്. ഓരോ പശുവിന്റെയും വിരയിളക്കൽ, ഹീറ്റ്, പ്രഗ്നൻസി, ഡെലിവറി തുടങ്ങിയ അലേർട്ടുകൾ ഈ സ്ക്രീനിൽ ലഭ്യമാണ്. കൂടാതെ ഓരോ ദിവസവും പശുക്കൾക്ക് ആവശ്യമായ മൊത്തം ഭക്ഷണത്തിന്റെ തരം തിരിച്ചുള്ള വിവരങ്ങളും ലഭിക്കുന്നതാണ്. മിൽക്കിംഗ് ബട്ടൺ അമർത്തിയ ശേഷം ഓരോ പശുവിന്റെയും ദിനേനയുള്ള പാലിന്റെ ഉൽപാദനം രേഖപ്പെടുത്താവുന്നതാണ്. ഉൽപാദനത്തിലെ ഏറ്റക്കുറച്ചിലുകൾ വ്യക്തമായി അറിയുവാൻ ഗ്രാഫ് ലഭിക്കുന്നതാണ്. ആപ്പിന്റെ മുകൾ വശത്ത് കാണുന്ന ഡയറി ദോസ്ത് സിംബൽ ക്ലിക്ക് ചെയ്ത് യൂട്യൂബ് ചാനൽ സന്ദർശിച്ചാൽ ഡയറി ഫാമിംഗുമായും ആപ്പുമായും ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതാണ്. പശു വളർത്തലിൽ നിങ്ങൾ കൃത്യമായി ചെയ്യേണ്ട ജോലികൾ രേഖപ്പെടുത്തുവാനും അതനുസരിച്ച് മുന്നറിയിപ്പ് ലഭിക്കാൻ ആവശ്യമായ ടു ഡു ലിസ്റ്റും പശുക്കളെ പരസ്പരം വിൽപ്പന നടത്തുന്നതിനും കാലിത്തീറ്റ, മറ്റു ഉപകരണങ്ങൾ തുടങ്ങിയവ വാങ്ങുന്നതിനും മാർക്കറ്റ് പ്ലേസ് ഓപ്ഷനും ഉടൻ ലഭ്യമാവുന്നതാണ്. സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് നന്ദി. കൂടുതൽ വിവരങ്ങൾക്കും സംശയ നിവാരണത്തിനും താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.